ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വയസ്സായാൽ സിനിമാ താരങ്ങൾക്ക് ഒന്നിച്ചുകൂടി താമസിക്കാൻ ഗ്രാമമുണ്ടാക്കാൻ താരസംഘടനയായ അമ്മ ശ്രമങ്ങൾ ആരംഭിച്ചതായി നടൻ ബാബുരാജ്. റിപ്പബ്ലിക് ദിനത്തിൽ സംഘടന നടപ്പാക്കുന്ന സഞ്ജീവനി ജീവൻ രക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ബാബുരാജ്. നമുക്ക് നമ്മുടേതായ ഗ്രാമം എന്ന ആശയം ലാലേട്ടന്റേതാണ്. നമുക്കെല്ലാം വയസ്സായി കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ ഗ്രാമം ഉണ്ടാക്കണം. അതിനുള്ള പ്രയത്നം തുടങ്ങിക്കഴിഞ്ഞു. ഈ 3 തൂണുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രാമമല്ല ഒരു പ്രദേശം മുഴുവൻ വാങ്ങും. അതിനുള്ള ധൈര്യം നമുക്കുണ്ട്. വേദിയിലിരുന്ന മമ്മൂട്ടിയെയും മോഹൻലാലിനെയും സുരേഷ് ഗോപിയെയും ചൂണ്ടിക്കൊണ്ട് ബാബുരാജ് പറഞ്ഞു. ഗ്രാമത്തിന്റെ കാര്യം വളരെ കാലം മുൻപേ പറഞ്ഞതാണ്. സർക്കാരുമായി സംസാരിച്ച് എവിടെയെങ്കിലും കുറച്ചു പേർക്ക് താമസിക്കാനുള്ള സൗകര്യം. പണ്ട് തമിഴ്നാട് സർക്കാരൊക്കെ ഇതിനു വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും ശരിയായി നടപ്പാക്കിയിട്ടില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഞായറാഴ്ച നടന്ന പരിപാടിയിൽ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, മഞ്ജു വാര്യർ എന്നിവർ ചടങ്ങിലെ പ്രധാന അതിഥികളായിരുന്നു. കൊച്ചിയിലെ ഓഫീസർ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ശേഷമായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ്. നടൻ ശ്രീനിവാസനും പരിപാടിയുടെ ഭാഗമായി. സംഘടനയിലെ 82 അംഗങ്ങൾക്ക് സ്ഥിരമായി ജീവൻ രക്ഷാ ജീവിതശൈലി രോഗങ്ങൾക്കും മരുന്ന് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് സഞ്ജീവനി. ഒരംഗത്തിന് പ്രതിവർഷം 1 ലക്ഷം രൂപയുടെ മരുന്നാണ് സംഘടന എത്തിച്ചു നൽകുക. അതേസമയം സിനിമയെക്കുറിച്ചുള്ള ആരോഗ്യകരമായ ചർച്ചകൾ, അംഗങ്ങളും മറ്റ് സംഘടനകളുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, അംഗങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക, അഭിനയ ജീവിതത്തിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നവർക്കും ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും അഭിനേതാക്കൾക്കും വേണ്ടുന്ന സാമ്പത്തിക സഹായം നൽകുക, അംഗങ്ങളുടെ സിനിമാ പ്രവർത്തന സംബന്ധമായ പരാതികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് 1994 അമ്മ സംഘടന പ്രവർത്തനം ആരംഭിച്ചത്. വേണു നാഗവള്ളി, മുരളി എന്നിവരായിരുന്നു ഈ ആശയത്തിനു പിന്നിൽ. ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായാണ് സിനിമാ താരങ്ങൾക്ക് മാത്രമായി ഒരു സംഘടന അന്ന് നിലവിൽ വരുന്നത്. സംഘടനയ്ക്ക് അമ്മ എന്ന പേരിട്ടത് മുരളിയാണെന്ന് മണിയൻ പിള്ള രാജു ഒരിക്കൽ പറഞ്ഞിരുന്നു. 1994 മുതൽ 97 വരെ MG സോമനായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്. മമ്മൂട്ടിയും മോഹൻലാലുമായിരുന്നു വൈസ് പ്രസിഡന്റുമാർ. എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുള്ള ഒരു സംഘടന കൂടിയാണ് അമ്മ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ അമ്മയുടെ പ്രതിച്ഛായ പൊതുജനങ്ങൾക്ക് മുന്നിൽ തകരുകയും ചെയ്തിരുന്നു. അതിനു കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ അമ്മ സംഘടനയുടെ ചുമതല വഹിക്കുന്നവരിൽ നിരവധി പേർക്ക് എതിരെ ആരോപണങ്ങൾ വന്നിരുന്നു എന്നതാണ്. മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായ പ്രതികരണം പോലും നടത്താൻ തയ്യാറാകാതെ അമ്മ ഭരണസമിതി പിരിച്ചുവിട്ട താരങ്ങളെല്ലാം തടിതപ്പി. മോഹൻലാൽ, സിദ്ദീഖ്, ബാബുരാജ്, ഉണ്ണിമുകുന്ദൻ, ജയൻ ചേർത്തല, ജഗദീഷ്, ടിനി ടോം, കലാഭവൻ ഷാജോൺ, സരയു, ടൊവിനോ, അനന്യ, ജോമോൾ, അൻസിബ, ജോയ് മാത്യു, വിനു മോഹൻ, സുരേഷ് കൃഷ്ണ എന്നിവരായിരുന്നു ഭാരവാഹികൾ. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം അമ്മ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പ്രേക്ഷകരും തൃപ്തരല്ല. അതുകൊണ്ട് തന്നെ അമ്മയുടെ പ്രവർത്തന രീതികൾ നിരന്തരമായി വിമർശിക്കപ്പെടുന്നുമുണ്ട്. അതിനിടയിലാണ് സംഘടനയുടെ പുതിയ പദ്ധതി ചർച്ചയാകുന്നത്. ഈ ആശയത്തെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട കമന്റുകളും ശ്രദ്ധേയമാണ്. മമ്മൂട്ടിക്ക് പ്രായമായെന്ന് തോന്നുന്നു. അമ്മയുടെ തീരുമാനം കാലോചിതമായി. ഗ്രാമത്തിന് അമ്മൂമ്മ എന്ന് പേരിട്ടോളൂ. ആ ഗ്രാമത്തിലെ ഗൂർഖയായി പൾസർ സുനിയെ നിയമിക്കണം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ഏതായാലും ഈ പരിഹാസങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ ഉറച്ച നിലപാടിലാണ് അമ്മ സംഘടന.